വെറുതെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ആധാർ പുതുക്കിയാലെന്ന് കരുതിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് ആളും കൂട്ടവും ബഹളവും സൈറൻ അടിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് മോക്ടെയിൽ നടക്കുവാണ്. ആംബുലൻസും ഫയർഫോഴ്സും ഇത്രയും പോലീസുകാരെ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് കാര്യം പിടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഉമ്മ നല്ല ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നൈസായിട്ട് കറണ്ട് പോയതുകൊണ്ട് കറിയൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൈഡ് ഡിഷൊക്കെ അത്യാവശ്യം അധികം ഉണ്ടായിരുന്നു. മുരിങ്ങയില തോരനും കൊഞ്ചു പൊരിച്ചതും അതുപോലെ ഉണക്കമീൻ്റെ ചമ്മന്തിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ നെത്തോലി ഉണക്കിയ ചമ്മന്തി ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അത് വീട്ടിലുണ്ടാക്കി കണ്ടാൽ ഞാൻ ദിവസം ഉറപ്പായിട്ടും ചോറ് കഴിക്കും. രാവിലെ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങിന്റെ കറിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഞാൻ ചോറിനോട് ആദ്യമായിട്ടാണ് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത്. എന്തായാലും ഒരു വിയർഡ് ടേസ്റ്റ് ആണെങ്കിലും ഞാൻ കഴിച്ചു ഗൈസ്. പിന്നെ ഈ പച്ചച്ചോറ് നിങ്ങൾ വിചാരിക്കേണ്ട, കറി തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വെറും ചമ്മന്തി മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മാമി വന്നിട്ടുണ്ടായിരുന്നു. മാമി വന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇലയപ്പം ഉണ്ടായി കൊണ്ടുവന്നത് എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ രാത്രി മഴ പെയ്ത സമയത്ത് കണ്ട മിന്നലാണ് അല്ലാതെ ഞാൻ ഫോട്ടോ എടുക്കുന്നതിന്റെ ഫ്ലാഷ് അല്ല കേട്ടോ. ആ ഒരു ഭീകരത നിങ്ങൾക്ക് കാണാനായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് മിന്നലിന്റെ ആ ഒരു പ്രത്യാഘാതം. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാമയുടെ മോൻ വന്നപ്പോഴത്തേക്കും അരവണ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ട് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാമി എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നുണ്ട്. ഭയങ്കര നൊസ്റ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ്, അടുത്തൊരു കാണാം. ടാറ്റാ ബൈ.